ഗൈസ് വെൽക്കം ബാക്ക് ടു എഡ്യൂസോൺ. അപ്പോൾ 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചത്? നമ്മൾ പലതരത്തിലുള്ള വിളകളെ പഠിച്ചു അല്ലേ? മൊത്തത്തിൽ നമ്മൾ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ക്രോപ്സ് ഇൻടു 2 ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ് അല്ലേ? അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഓരോ വിളകളും ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമ്മൾ അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, കൃഷിയും അഗ്രോ ബേസ് ഇൻഡസ്ട്രി രണ്ടും രണ്ടാണല്ലേ. അതായത് കൃഷി എന്ന് പറയുന്നത് നമ്മൾ മണ്ണിൽ ജോലി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കൃഷി എന്ന് പറയുന്നത്. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളാണ്. ഈ വ്യവസായങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യവസായങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ കൃഷിയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസാണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത്? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിന് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്താണ്? അതായത് അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് വ്യവസായങ്ങളിൽ ഉപയോഗിച്ച് മറ്റൊരു വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ഇൻഡസ്ട്രീസ് ദാറ്റ് ഡിപ്പെൻഡ് ആൻഡ് ഫങ്ഷൻ ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. ഓക്കെ, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ഇൻഡസ്ട്രീസ് ദാറ്റ് ഡിപ്പെൻഡ് ആൻഡ് ഫങ്ഷൻ ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അതായത് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയാണെന്ത്? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഈ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, പ്രാവർത്തികമാക്കണമെങ്കിൽ, അത് വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് റോ മെറ്റീരിയൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്? അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അപ്പോൾ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആകെ സബ്സിസ്റ്റൻസ് ഫാമിങ്ങും മിക്സഡ് ഫാമിങ്ങുമാണ് നമ്മൾ കേട്ടിരുന്നത്. പിന്നീട് അതായത് അവിടെ ഒരു സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡിൽ മാത്രം കൃഷി ചെയ്യുന്നൊരു മെത്തേഡ്സാണ് നമ്മൾ കണ്ടത്. പിന്നീട് ബ്രിട്ടീഷുകാർ നമ്മളെ കൊളോണൈസ് ചെയ്തു, ചൂഷണം ചെയ്തു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ. ആ സമയത്ത് ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസിന് വേണ്ടി നമ്മളെ ഒരുപാട് ഭൂമി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ അല്ലേ, കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? വ്യവസായങ്ങൾ നടത്തിപ്പോകുന്നു. അപ്പോൾ അതും നമ്മുടെ ഇന്ത്യയിലും ആ ഒരു മെത്തേഡ് ആദ്യമൊക്കെ എന്ത് ചെയ്തിരുന്നു? അവർ റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് അങ്ങനെ അവിടെ ലാഭം ഉണ്ടാക്കുന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് അവിടെ കൃഷി ചെയ്തിട്ട് വ്യാവസായികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതിലേറെ നല്ലത് എന്താണ്? ഇവിടെ തന്നെ ആ കാർഷിക മേഖലയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇവിടെ തന്നെ വ്യവസായങ്ങൾ തുടങ്ങിയാൽ എന്താണ്? ഈ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് കോസ്റ്റ് കുറക്കാം അല്ലേ? അങ്ങനെ ഒരു ഐഡിയ അവർക്ക് വന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും ഒട്ടാകെ എന്തു വന്നു? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് വളർന്നു വന്നു. അപ്പോൾ അവരുടേതായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നതെങ്കിലും അത് നമുക്ക് മറ്റൊരു വിധത്തിൽ എന്ത് ചെയ്തു? നേട്ടങ്ങളാണ് ഉണ്ടായത്. അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിന് നമ്മൾ കാർഷിക മേഖലയിൽ നിന്നും കുറേ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. കോട്ടൺ അറിയാലോ, പരുത്തി, നമ്മളെ തുണിമിൽ വ്യവസായത്തിന്, ജൂട്ട്, ഇങ്ങനെയൊക്കെയുള്ള അല്ലേ, ഇതൊക്കെ തുണിമിൽ വ്യവസായത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസാണ്. പിന്നെ ഷുഗർ കെയിൻ, കരിമ്പ് അല്ലേ, അതുപോലെ തന്നെ പൗൾട്രി ഫാമിങ്, നമ്മൾ ഡയറി ഫാമിംഗ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഫുഡ് പ്രോസസ്സിങ്, നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ കാർഷിക ഇപ്പോൾ വീറ്റൊക്കെ റൈസ് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് അല്ലെ, ചെറിയ ചെറിയ ഇൻഡസ്ട്രികളൊക്കെ ഉണ്ടല്ലോ, ബ്രെഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, കേക്ക്, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് അല്ലേ, ഫുഡ് ഐറ്റംസ് കൃഷി ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് റോ മെറ്റീരിയൽസ് റബ്ബർ അല്ലേ, പിന്നെ റബ്ബർ കൊണ്ട് നമ്മൾ റബ്ബർ പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്, ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ടയർ, പ്രധാനമായും ടയറാണ്.
ലെതർ പ്രൊഡക്ട്സ് ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ വ്യവസായങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കാം. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ഇൻഡസ്ട്രീസ് ദാറ്റ് ഡിപ്പെൻഡ് ആൻഡ് ഫങ്ഷൻ ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. കോട്ടൺ ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ദ റോ മെറ്റീരിയൽസ് ഫോർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കോട്ടൺ ആണ് പറയാം. പിന്നെ ജൂട്ടും അതേപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക്. സോ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി. സിമിലർലി അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ലൈക്ക് റബ്ബർ ആൻഡ് ഷുഗർ കെയിൻ ആർ യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽസ് ഫോർ വേരിയസ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പോൾ അതേപോലെ കോട്ടൺ, ഇപ്പോൾ ഇവിടെ നമ്മളോട് ഫൈൻഡ്സ് മോർ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് that use agricultural products as raw materials and add them to the list. ഓക്കെ, അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോട്ടൺ ആണ്. കോട്ടന് ടെക്സ്റ്റൈൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണ്, അതിന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ഷുഗർ ഇൻഡസ്ട്രി. ഓയിൽ എക്സ്ട്രാക്ഷൻ, അതൊരു ഓയിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ, ഗ്രൗണ്ട് നട്ട്, പാം, ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഡയറി, മിൽക്കിന് ഇപ്പോൾ നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൗൾട്രി ഫാമിങ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പൗൾട്രി പ്രോസസ്സിങ്, റൈസ് മിൽസ്, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഡയറി ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പോൾ ഏതൊക്കെ ഇൻഡസ്ട്രി? കോട്ടൺ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി, പിന്നെ മിൽക്ക്, ഡയറി ഇൻഡസ്ട്രി, പിന്നെ സൺഫ്ലവർ ഓയിൽ, ഗ്രൗണ്ട് നട്ട്, ഇതിലേതാണെന്ന് വെച്ചാൽ ഓയിൽ എക്സ്ട്രാക്ഷൻ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ പലതരത്തിലുള്ള, ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഡയറി എക്സാമ്പിളാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലേ. ലാർജ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ കോട്ടൺ ആണ്. അതുകൂടാതെ ജൂട്ടും വൂളൊക്കെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഡയറി ഇൻഡസ്ട്രി, വളരെ നമുക്ക് ലാഭം കിട്ടുന്ന, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു വ്യവസായമാണ് ഡയറി. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ്സിങ് മിൽക്ക് ആൻഡ് ക്രിയേറ്റിംഗ് പ്രൊഡക്ട്സ് ലൈക്ക് ചീസ്, യോഗേർട്ട് ആൻഡ് ബട്ടർ. മിൽക്ക് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് നെയ്യ്, വെണ്ണ, തൈര്, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കാം. പിന്നെ ഷുഗർ ഇൻഡസ്ട്രി, പ്രോസസ്സിങ് ഷുഗർ കെയിൻ, വീറ്റ് and other sugar produce sugar. Oil extracting edible oils like sunflower oil, various sources like sunflower oil, donut and palm. Then other agro based industries എന്ന് പറയുന്നത് ഏതൊക്കെ? റൈസ് മിൽസ് അല്ലേ. നമ്മുടെ നാടുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നതാണ് അരിമിൽ. പൗൾട്രി പ്രോസസ്സിങ്, ലെതർ ഗുഡ്സ്, റബ്ബർ പ്രൊഡക്ട്സ്, ബയോഫ്യൂൽ പ്രൊഡക്ഷൻ ആൻഡ് പേപ്പർ മാനുഫാക്ചറിങ്, ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ്, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ദാറ്റ് ഡിപ്പെൻഡ് ആൻഡ് ഫങ്ഷൻ ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയും അഗ്രികൾച്ചർ തമ്മിലുള്ള ബന്ധം, പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.